കോട്ടയം ജില്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കോട്ടയം IMA ഹാളിൽ കോട്ടയം ജില്ലയിലെ കാറ്ററിംഗ് അസോസിയേഷൻ മെമ്പർമാർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർമാരാണ് ക്ലാസുകൾ നയിച്ചത്. കോട്ടയം ജില്ലയിലെ എല്ലാ കാറ്ററിംഗ് അസോസിയേഷൻ മെമ്പർമാർക്കുമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പുതുപ്പള്ളി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷെറിൻ സാറ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. AKCA കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കോട്ടയം ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ A. അനസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി സെർവ് ചെയ്യായിരുന്നു. പാലായിൽ ഉണ്ടായെന്ന് പറയുന്നത് വേറൊരു ജില്ലയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേറൊരു ജില്ലയിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തു. നിങ്ങൾ പലരും കാണും. നിങ്ങളിപ്പം കോട്ടയത്ത് ചോദിക്കും, നിങ്ങൾ ചോദിക്കും എന്താ സാറേ എനിക്കിവിടെ ഇവിടുന്ന് അവിടെ പോയി ചെയ്തോടെന്ന് ചോദിക്കും. അങ്ങനെയെല്ലാം ചെയ്യാം. അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ കോട്ടയത്ത് ഇവിടെ പാലായിൽ സംഭവിച്ചത് എന്താണ്? പാലായിൽ നിന്ന് വേറൊരു ജില്ലയിൽ നിന്ന് ആളുകൾ ഒരു സമയത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫുഡ് മീൻസ് നമുക്കറിയാം പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവുന്ന ഫുഡ്സ്. അതായത് എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നോൺ വെജ് ഫുഡാണ്. നമുക്കറിയാവുന്ന കാര്യം. കൂടുതലും കോട്ടയം ജില്ലയിൽ നമ്മൾ മലയാളീസ് പൊതുവെ. പാലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ സന്തോഷ് കുമാർ GS അവയർനെസ് ക്ലാസ് നയിച്ചു. വെജ് ആൻഡ് നോൺ വെജ് ഫ്രീസർ ഫുഡ് പോയ്സന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുഡ് പോയ്സൺ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വെജ് ആൻഡ് നോൺ വെജ് ഫ്രീസറിനകത്ത് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിനകത്ത് സ്റ്റോക്ക് ചെയ്യുന്നതോ വെജും നോൺ വെജും ഒരു കാരണവശാലും ഒന്നിച്ച് വെക്കരുത്. കാരണം നിങ്ങൾ വെച്ചിരിക്കുന്ന മീറ്റ് എന്ന് പറയുന്ന ഒരു മൈക്രോബിയൽ ലോഡ് വളരെ കൂടിയ ഒരു ഫുഡ് ഐറ്റം. അതിലിരിക്കുന്ന മൈക്രോബ്സ് നിങ്ങൾ സാലഡിന് എടുക്കുന്ന കുക്കുംബറിലേക്കോ അല്ലെങ്കിൽ ക്യാരറ്റിലേക്കോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. കോട്ടയം ജില്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. AKCA കോട്ടയം ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് കൃതജ്ഞത അർപ്പിച്ചു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.